പാടാത്ത പാട്ടിൻ്റെ കേൾക്കാത്ത നാദമാണു നീ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ തിരുവനന്തപുരം മേയറായിരുന്ന സഖാവ് ആര്യ രാജേന്ദ്രനെയാണ് ഓർക്കാറ്. ഈ കൊറോണ കാരണം മുടങ്ങിപ്പോയ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തന്മാരാരും പൊങ്കാലയിടാൻ വന്നില്ലെങ്കിലും ഈ റോഡിൽ ബാക്കിയുണ്ടായിരുന്ന ഇഷ്ടികയും ചാരവും കൊതുമ്പുമൊക്കെ വാരിക്കളയാനായിട്ട് കോർപ്പറേഷനിലെ ജോലിക്കാർക്ക് പ്രതിഫലം കൊടുത്തതായിട്ട് രേഖ ഉണ്ടാക്കി ആ ഇഷ്ടികയും ചാരവും കൊതുമ്പുമൊക്കെ വാരിക്കളയാൻ വാഹനം ഉപയോഗിച്ച് ഡ്രൈവർമാർക്ക് കൂലി കൊടുക്കുക, വാഹനത്തിന് വാടക കൊടുക്കുക. എന്തിന്? ഈ തൊഴിലാളികൾക്ക് ചിക്കൻ ബിരിയാണി മേടിച്ച് കൊടുത്തായിട്ട് വരെ വ്യാജ രേഖ ഉണ്ടാക്കി ആയമ്മയുടെ ഭരണകാലത്ത് കാശ് തട്ടി എന്നുള്ളതാണ് ചരിത്രം. വെറുതെ അല്ല തിരുവനന്തപുരത്തുകാർ സഹികെട്ട് BJPയെ വിജയിപ്പിച്ചത്. അത് BJPക്കാരുടെ മുഖസൗന്ദര്യം കൊണ്ടല്ല, ഈ ദുർഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ച് കാണണം എന്നൊരു ഒറ്റ വ്യഗ്രത കൊണ്ടായിരുന്നു. ഇപ്പോൾ പറയാമെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യമാണ്. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെറും ഫ്രോഡാണ്. ഇതുകൊണ്ട് ഭഗവാൻ ധർമ്മശാസ്താവിനോ ശബരിമല ഭക്തന്മാർക്കോ അതുമല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ഒരു ഗുണവും ഉണ്ടാകില്ല. ഇതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നൊരു വിഭാഗം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില വയറ്റിപ്പഴുപ്പുകാരായ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മറ്റ് തൽപര കക്ഷികളും പിന്നെ പാർട്ടി സഖാക്കളും മാത്രമാണ് എന്നുള്ള കാര്യം. അത് നമ്മുടെ എല്ലാ പ്രതികക്ഷികളെയും കവച്ചു വെക്കുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനുവേണ്ടി പന്തലൊരുക്കുന്നതിനും മറ്റ് സംഗതികൾക്കൊക്കെ കരാർ കൊടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. അതിൻ്റെ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഊരാളുങ്കൽ എവിടെ ഉണ്ടോ അവിടെ തട്ടിപ്പൂട്ട്, ലൈഫ് ബോയ് എവിടെ ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. എവിടെ ഊരാളുങ്കലുണ്ടോ അവിടെ തട്ടിപ്പൂട്ട്, അഥവാ ഉടായിപ്പിൻ്റെ വേറെ പേരാണ് ഊരാളുങ്കൽ. അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു ഭാഗത്ത് കൂടി ഈ തട്ടിപ്പ് നടത്തുമ്പോൾ കത്തുന്ന പൂരിയുടെ കഴുക്കോൽ ഊരുമ്പോൾ ഒരു പൈസ പോലും ദേവസ്വം ബോർഡിന് ചിലവില്ല, കംപ്ലീറ്റ് സ്പോൺസർഷിപ്പാണ് എന്നാണ് നമ്മുടെ മഹാനായ മന്ത്രി വാസവനും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന പ്രശാന്തും പറഞ്ഞത് ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചു. കാരണം ദേവസ്വം ബോർഡിന് ചിലവ് വരുന്ന ഒരു പരിപാടി ഇവർ ചെയ്യില്ലല്ലോ. അവസാനം വന്നപ്പോൾ എന്തോ ചോദിച്ചാൽ സ്പോൺസർമാരായിട്ട് ആകെ ഉള്ളത് ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയുടെ സഹോദരനാണ്. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടും ധനലക്ഷ്മി ബാങ്കിലാണ്. അതുകൊണ്ട് ധനലക്ഷ്മി ബാങ്ക് സ്പോൺസറായിട്ട് വന്നു. ഒരു 2 കോടി ഉറുപ്പ്യ അവരുടെ നിന്ന് ഈടാക്കി. പിന്നെ ഒരു 2 കോടി ഉറുപ്പ്യ എവിടെ നിന്നുണ്ടാക്കി? കേരള ബാങ്കിൽ നിന്നെടുത്തു, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഇട്ട പൈസയിൽ നിന്ന് 2 കോടി അയ്യപ്പസ്വാമിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ധർമ്മശാസ്താവിന് വേണ്ടി, അരവണം പായസത്തിൻ്റെയും അപ്പത്തിൻ്റെയും രുചി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, പോണ്ടിച്ചേരിയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന ഭക്തന്മാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചിലവാക്കി. അഥവാ സ്പോൺസർഷിപ്പിന് വേണ്ടി മുടക്കി. ഈ ആരും പങ്കെടുക്കാത്ത അയ്യപ്പ സംഗമത്തിൻ്റെ പരസ്യം കണ്ടിട്ട്, അയ്യപ്പ സംഗമത്തിൽ വെച്ച കേരള ബാങ്കിൻ്റെ പരസ്യം കണ്ടു വേണം ഇനി പാണ്ടിയിൽ നിന്നും പരദേശികളും ഒക്കെ വന്നിട്ട് ഇവിടെ കേരള ബാങ്കിൽ പണം നിക്ഷേപിക്കുക. എന്തൊക്കെ തമാശയാണെന്ന് ആലോചിച്ചു. അതും പോട്ടെ എന്ന് വെക്കാം. ഈ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ കട്ടിലും കിടക്കാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് എത്രയോ 1 ലക്ഷത്തിൽ പരം രൂപ അതും എഴുതിയെടുത്തു. മുഖ്യമന്ത്രി അവിടെ കിടന്നിട്ടുമില്ല, എഴുന്നേറ്റിട്ടുമില്ല. അതും പോട്ടെ, അവിടെ ഗാനമേളയ്ക്ക് ക്ഷണിക്കാത്ത, ഗാനമേള നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ പേര് എഴുതി വെച്ച് 1000-ത്തിലും വലിയൊരു സംഖ്യ തട്ടി. അതാണ് ഞാൻ ഈ നേരത്തെ പാടിയത്. പാടാത്ത പാട്ടിൻ്റെ കേൾക്കാത്ത നാദമാണ് നീ, അതിനും കാശ് ഈടാക്കി. ഏതായാലും യേശുദാസിൻ്റെ ഭക്തിഗാനമേള നടത്തിയെന്ന് പറഞ്ഞ് കുറച്ചുകൂടി കാശ് തട്ടായിരുന്നു. ഇത്ര പാടുപെടുന്ന സ്ഥിതിക്ക്, ഇത്ര വലിയ തട്ടിപ്പടത്തുന്ന സ്ഥിതിക്ക് നന്ദഗോവിന്ദത്തിൽ നിർത്തേണ്ടായിരുന്നു. 1380 റോക്ക് പരിപാടി നടത്തിയെന്നു, അല്ലെങ്കിൽ ബോണിയമ്മിനെ നേരിട്ട് കൊണ്ടുവന്നു, അതുമല്ലെങ്കിൽ യേശുദാസിൻ്റെയോ മരിച്ചുപോയി SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനമേള സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറച്ചുകൂടി കാശ് തട്ടാമായിരുന്നു. അത് വാസവൻ സഖാവ് മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ പ്രശാന്ത് സഖാവ് ഓർക്കാതെ പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഇനി 3ാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ ശബരിമലയിൽ ഇതിനേക്കാൾ വലിയ കൊള്ളകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അയ്യപ്പസ്വാമിയുടെ വാതിൽ പൊളിച്ചുകൊണ്ടുപോയ ആളുകളാണ്. വിജയ് മല്ലയ്യ കള്ളുവിറ്റ കാശുകൊണ്ട് പണിയിച്ചു കൊടുത്ത സ്വർണ്ണ മേലാപ്പ്
ഘട്ടം ഘട്ടമായി പൊളിച്ചുകൊണ്ട് പോവുകയും വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്ത സഖാക്കളിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോഴല്ലേ മറ്റേ ഗൾഫുകാരൻ എഴുതിയ പാട്ടിൻ്റെ സ്വാരസ്യം മനസ്സിലായത്. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടത് മാത്രമല്ലല്ലോ, അപ്പം കട്ടത് ആരപ്പ, അരവണ കട്ടത് ആരപ്പ, എല്ലാം സഖാക്കളാണ്, സഖാക്കളാണ് അയ്യപ്പ. സഖാക്കളെ മുന്നോട്ട്, അയ്യപ്പസ്വാമി സിന്ദാബാദ്.